ഭംഗിയെ പരിചയപ്പെടുത്തിയ സുധീഷ് എന്നാണ്. സ്ഥലം നാദാപുരത്തിനടുത്ത് എടച്ചേരി. ചിലപ്പോൾ ഇതിൽ നാദാപുരക്കാരൊക്കെ ഉണ്ടാവായിരിക്കും ചില സമയത്ത്, ഗോൾമീറ്റല്ലേ, അപ്പൊ നമുക്ക് അറിയില്ലല്ലോ. എന്തായാലും ഞാന് എന്താ പറയാ, ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മുതലേ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്റെ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു. ഞാൻ ബികോം കഴിഞ്ഞു. ബികോം വിത്ത് ടാക്സ് വിത്ത് കോർപ്പറേഷൻ ആയിരുന്നു. ബാങ്കിലെ പാസ്സായി. അങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഡിഗ്രി പഠിച്ചു. ഒരു CA കാരനൊക്കെ ആഗ്രഹം 1 സെക്കൻഡ്. CA കാരനൊക്കെ ആവണം എന്ന് ആഗ്രഹിച്ച് പഠിക്കുന്ന അവസരത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എനിക്ക് പഠിച്ചാൽ എന്നെ പോലെ ജോലി ചെയ്യുന്ന ആളെ കുറെ കണ്ടപ്പോ, എന്റെ ഫാദർ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് ജോലി ചെയ്താൽ കിട്ടുന്ന ഒരു സംഗതി മനസ്സിലായപ്പോ ഞാൻ എന്ത് ചെയ്തു, ഓൾറെഡി അത് മാറ്റി പിടിക്കാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റത്തിലേക്ക്, ഒരു ചിന്തയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അത് ബികോം കഴിഞ്ഞു. ബാംഗ്ലദേശ് പാസ്സായാലും കഴിഞ്ഞപ്പം ഇനി പഠിക്കണ്ട, ഇത്ര പഠിച്ചാൽ മതി, ഇനി ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു. അങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക്, ഞാൻ റെഡിമെയ്ഡ് ഷോപ്പിലൊക്കെ നടത്തണം, ഞാനും എന്റെ ബ്രദറും കൂടെ ഒരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങി. അങ്ങനെ ഒരു 23-25 വർഷത്തോളം റെഡിമെയ്ഡ് ഷോപ്പ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ എന്ന ബിസിനസിനെ കുറിച്ച് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതൊക്കെ. പക്ഷെ തുടക്കത്തില് ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞ ബിസിനസ് ചെയ്യുന്ന അവസരത്തില് ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിച്ചൊന്നുമല്ല. നമ്മുടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ നമുക്കൊരു കൊറോണ എല്ലാവർക്കും വന്ന പോലെ തന്നെ നല്ലൊരു അടിപൊളി സമയമായിരുന്നു. കൊറോണ വന്നു. ആ കൊറോണ വരുന്ന സമയം വരെ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഞാൻ കൊറോണ സമയത്ത് ഉണ്ടായ കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ബിസിനസിന് ബാധിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, എനിക്കൊരു കൊറോണ കഴിഞ്ഞ ശേഷം ഒരു അടിപൊളി ബിസിനസ്, ഒരു എക്സ്ട്രാ ഇൻകം കൂടി ഉണ്ടാക്കണം എന്ന് വെച്ച് ഒരു ബിസിനസ് ചെയ്യാൻ ആവശ്യമായ രീതിയിൽ ഒരു ലോണിന് വേണ്ടി ഒരു ബാങ്കിലേക്ക് സമീപിച്ചതാണ് എന്നെ ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. കാരണം വെച്ചാല് 25 വർഷത്തോളം ടെക്സ്റ്റൈൽ ജീവിതത്തിൽ ഞാൻ ഒരുപാട് എന്റെ നല്ല സക്സസ് ലൈഫ് തന്നെയായിരുന്നു. കാരണം വെച്ചാൽ ഞാനൊരു നല്ല വീട് വെച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്റെ ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിലെ സമയത്ത് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഒരു എക്സ്ട്രാ ലോൺ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി, ഒരു എക്സ്ട്രാ ബിസിനസ് കൂടി ചെയ്യാൻ വേണ്ടി, ഒരു ഇന്നർ വെയറിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഒരു ബാങ്കിലേക്ക് ലോണിന് പോയ ഇതാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് എത്തിച്ചത്. തുടക്കകാലത്ത് എന്നെ ബിസിനസ് പറയുന്ന സമയത്ത് കൊറോണക്ക് ഉണ്ടായ കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഈ ഇദ്ദേഹം ബിസിനസ് പറയുന്ന സമയത്ത് ഒരുപാട് എന്താ പറയാ, ഫസ്റ്റ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നില്ല. കാരണം നമുക്ക് എപ്പോഴും ഒരു ട്രഡീഷണൽ ബിസിനസ് മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരാളോട് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം, ഒരു ചേഞ്ച് വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഞാൻ ബാങ്കിൽ പോയി ആ ബിസിനസ് ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ പോയ സമയത്ത് നമ്മുടെ ഒരു മാനേജറിനോട് പറഞ്ഞു വെച്ചാല്, നീ ഇനി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ബിസിനസ് ചെയ്യല്ലേ, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാതെ ഒരു നല്ലൊരു ബിസിനസ് അവസരമുണ്ട് എന്ന് പറഞ്ഞു. ഒരു ട്രഡീഷണൽ ബിസിനസ്സുകാരോട് പെട്ടെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംവിധാനമാണ് ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റം. അങ്ങനെ എന്നോട് അത് പറഞ്ഞപ്പോ ഞാൻ മൂപ്പരോട് പറഞ്ഞു, നീ ഇമാതിരി പരിപാടി കൊണ്ടൊന്നും എന്തൊക്കെ വരരുത്, എനിക്ക് ഞാൻ 10 ലക്ഷം ലോണ് തന്നാൽ മതി ദിനേശ്. ഞാനൊരു ബാങ്കിലെ മാനേജർ എന്നോട് ബിസിനസ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ എന്റെ ഒരു സുഹൃത്തിന്റെ അനിയനും കൂടിയാണ്. അത് ഇപ്പൊ എന്റെ സുഹൃത്തും കൂടിയാണ്. ഏകദേശം 1.5 വയസ്സ് 2 വയസ്സ് ഗ്യാപ്പുള്ള ഒരു സുഹൃത്താണ്. അപ്പൊ എന്റെ സുഹൃത്ത് പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ച സുഹൃത്തിന്റെ അനിയനാണ് ഈ ബാങ്കിലെ മാനേജർ. അവിടെ നല്ല ബന്ധുവായിരുന്നു. അപ്പൊ മൂപ്പര് ബിസിനസ് അവസരത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. കുറെ കാലം എന്താ പറയാ, ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന എന്നോട് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ചെയ്യാനും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട, ഒരു 5000 രൂപ കൊണ്ട് ഇവിടെ ഒരു ബിസിനസ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ ആദ്യം തന്നെ കുറെ റിജക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ മൂപ്പര് നമ്മൾ സാധാരണഗതിയിൽ ഒരു ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാല്, നമ്മൾ ഒരു ലീഡറോട് റിജക്ഷൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തെക്കാളും വലിയൊരു പുലിയെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരാളെ കൂട്ടി വരും അല്ലെ. അങ്ങനെ ഒരു എന്നെ ബിസിനസ്സിലേക്ക് ക്ഷണിച്ച വ്യക്തി തന്നെ ഒരു ബാങ്ക് മാനേജർ ആയിട്ടുള്ള ദിനേശ് കാക്കട്ടിൽ എന്ന് പറഞ്ഞ സാറാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഫോളോ അപ്പ് ചെയ്യാൻ കൂട്ടിക്കൊണ്ടുവന്നത് അതിലും വലിയൊരു പുലിയായിട്ടുള്ള ഗ്രേറ്റ് മെന്റർ ആൻഡ് മോട്ടിവേറ്റർ എന്നൊക്കെ പറയുന്ന എന്റെ റൺലാൽ സാറാണ്. കാരണം നാഷണൽ ടീം കോർഡിനേറ്റർ, അപ്കമിങ് CTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നാഷണൽ ടീം കോർഡിനേറ്റർ റൺലാൽ സാറാണ് എന്നെ ഈ ബിസിനസ് അവസരം കൃത്യമായിട്ട് എന്താ പറയുക പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനും അതുപോലെ തന്നെ എന്റെ ഗ്രേറ്റ് ദിനേശ് സാർക്കും ഈ അവസരത്തിൽ ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം അതുകൊണ്ടൊക്കെയാണല്ലോ ഇന്ന് നിങ്ങളുടെയൊക്കെ മുന്നിൽ ഈ ഒരു അവസരത്തിൽ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം വെച്ചാൽ ഒരുപാട് പരിചയമില്ലാത്ത ആൾക്കാരുടെ എത്തിപ്പെടാൻ പറ്റിയല്ലോ. എന്നാലും ആളത്തിന് അവർക്ക് ഒന്ന് മനസ്സിൽ നന്ദിയോടെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ വിശദമായി ഒന്ന് പോകാൻ പോവാണ്. ഈ
എക്സ്ട്രാ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ പിന്നെ എന്ത് പറഞ്ഞ ഈ ലോണുകൾക്ക് പോയത്. ആ സമയത്ത് ഈ ബിസിനസ് അവസരം തന്ന അദ്ദേഹം വളരെ റിലാക്സ് അദ്ദേഹത്തിന്റെ കാറിൽ ഇരുത്തിയിട്ടാണ് എനിക്ക് ഈ ബിസിനസ് അവസരം പറഞ്ഞു തന്നിരിക്കുന്നത്. അദ്ദേഹം വളരെ കൂളായിട്ട് ഞാൻ 1 മണിക്കൂർ നേരം സംസാരിച്ചു എന്ന് പറഞ്ഞൂടാ, 1 മണിക്കൂർ നേരത്തിൽ 3/4 മണിക്കൂർ ഞാൻ അങ്ങോട്ടാണ് സംസാരിച്ചത്. ഈ ബിസിനസ് അവസരത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നതിന് മുന്നേ ഞാൻ മുന്നേ പരിചയപ്പെട്ട ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് മേഖലയെ കുറിച്ചിട്ടും അത് ചെയ്തതെന്നല്ല, അതിനെക്കുറിച്ച് ഉള്ള അറിവ് നമ്മൾ പറയാ മൂക്കിന്റെ രാജ്യത്ത് മുറിമുക്കന്റെ രാജാവെന്നെല്ലാം പറയാൻ പോലെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ റിജക്ഷൻ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ അദ്ദേഹം എന്നെ 1 മണിക്കൂറിൽ 3/4 മണിക്കൂർ നേരം അദ്ദേഹം എന്നെ കേട്ടിരുന്നു എന്നതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ എന്താ പറയാ എനിക്ക് അദ്ദേഹത്തോട് തോന്നിയ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ. ഞാൻ ഇത്രയും റിജക്ഷൻ ഒക്കെ പറഞ്ഞിട്ടും അദ്ദേഹം അത് കേട്ടിരുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്റെ മനസ്സിൽ എവിടെയാണോ എന്റെ വീക്ക്നെസ് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം അത്രയും സംസാരിച്ചപ്പോൾ അത് കേട്ടിരുന്നു. അത് കേട്ടിരുന്ന സമയത്ത് അവസാനം 1/4 മണിക്കൂർ നേരം അദ്ദേഹത്തിന്റെ ഈ ബിസിനസിന്റെ പ്ലാനും അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. കാരണം നമുക്ക് എന്താ പറയാ നമ്മളെ കേട്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതിന് മറുപടി പറയുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, എന്റെ സ്റ്റോക്കൊക്കെ തീർന്നു. 3/4 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തോട് പറയാനുള്ള സ്റ്റോക്കൊക്കെ തീർന്നു, ഞാൻ ക്ഷീണം പിടിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ബിസിനസിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സുകളെ കുറിച്ചിട്ടും ഈ ബിസിനസ്സിൽ അദ്ദേഹം ഒരു MBA കാരനാണ്, എന്നിട്ടും ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചും ഒരു BCom കാരനോട് ഒരു MBA കാരൻ പറയുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും, പക്ഷെ അത് കേട്ടോണ്ട് മാത്രം ഞാൻ അപ്പാട് ഈ ബിസിനസ് അവസരത്തിൽ കയറി പോയില്ല. ധാരാളം പ്രാവശ്യം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വിളിച്ചു. ഒരുപാട് തവണ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ഒരു മീറ്റിംഗ് കയറി. ആ മീറ്റിംഗിലൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ അത് എന്നിട്ടും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവാത്തത് കൊണ്ടും ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നമ്മൾ മോശമില്ലാത്തൊരു ടൗണിൽ 5 മുറി ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ നടത്തുന്ന ഒരു ആളായിരുന്നു ഞാൻ. അതുപോലെ തന്നെ കർട്ടന്റെ ഇന്റീരിയർ വർക്കുകൾ, ഡിസൈൻ വർക്കാണ്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരാളായിരുന്നു. പക്ഷെ കൊറോണയുടെ സമയത്ത് ഒരു ബുദ്ധിമുട്ട് ബാധിച്ചപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ആന മരിഞ്ഞാൽ തൊഴുത്ത് കെട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഉള്ളൊരിക്കലും മാറൂലല്ലോ. നമ്മളെ ഉള്ളിൽ ഞാൻ വലിയ സംഭവമാണെന്നുള്ള ഒരു ധാരണയിൽ തന്നെ നിൽക്കായിരുന്നു. പക്ഷെ ഈ പ്രോഗ്രാം കേട്ടു, കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റി. അങ്ങനെ ഞാൻ നിരന്തരം പ്രോഗ്രാമുകൾ കേൾക്കുകയും കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ ലീഡേഴ്സിനോടൊക്കെ കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കി. ഇതിന്റെ എന്താ പറയാ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കിവിടെ ഇതൊക്കെ നടക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ. അപ്പൊ അദ്ദേഹം കുറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ ഈ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തന്നു, എന്താ പറയാ ബോധ്യപ്പെടുത്തുന്നു. നമ്മളെല്ലാവരും തന്നെ കണ്ടു ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരുമ്പോൾ വിശ്വസിക്കും. അങ്ങനെ ഞാനും ഈ 2-10 കിട്ടുന്ന കാര്യങ്ങൾ കണ്ട് ബോധിച്ചതിന് ശേഷം ഈ ബിസിനസ്സിൽ ചെയ്യുന്നത്. തുടക്കത്തിൽ ഞാൻ എന്നും എന്റെ വേഷം തന്നെ ഒരു മുണ്ടു ഷർട്ടൊക്കെ ഇട്ടിട്ട് പോകുന്ന ഒരാളായിരുന്നു. സ്ക്രീൻ ഈ സൂം മീറ്റിംഗിൽ വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണ്, ഗൂഗിൾ മീറ്റിലാണ് ഞാൻ ആദ്യം ചെയ്യാറ്. അതുകൊണ്ട് എനിക്ക് സ്ക്രീൻ ഷെയറിങ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ഒന്നും സെറ്റായില്ല. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് പിന്നെ പ്രോഗ്രാമിൽ കാര്യം മുണ്ടു ഷർട്ടൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി ഒരു RTP റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം, അതായത് ഈ ബിസിനസിന്റെ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്നാണ് പറയാ, റിയൽ ടേണിംഗ് പോയിന്റ് പ്രോഗ്രാം എന്നാണ് നമ്മുടെ ലീഡേഴ്സ് ഒക്കെ എന്നോട് പറയാറ്. അപ്പൊ അത് പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് എന്താ പറയാ ഒരു 2000 അന്ന് 3500 രൂപയായിട്ട് മാറ്റായിരുന്നു. ആ സമയത്ത് എന്നോട് പറഞ്ഞപ്പോ അതെനിക്ക് കുറച്ചും കൂടി പോകണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ നിലവില് ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ, സ്വന്തം ചെയ്യുന്ന സമയത്ത് തന്നെ കൂടുതൽ വളരാൻ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ ട്രെയിനിങ് ഒക്കെ എറണാകുളത്തും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ വെച്ച് നടക്കുമ്പോൾ പോയിട്ടുണ്ട്. 10,000-15,000 ഒക്കെ രൂപ കൊടുത്തിട്ട് ഞാൻ ആ പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ അത്തരം ട്രെയിനിങ്ങുകളിൽ പോകുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഇന്നയാള് വിജയിച്ചു, ഇന്നയാള് പിന്നെ അങ്ങനെയായി, മെസ്സി എങ്ങനെയാ മെസ്സി ആയി, ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ അവിടെ വർണ്ണിക്കും. കാരണം അവർ വിജയിച്ച കഥകൾ പറയാനും മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയൊക്കെ സംസാരിക്കും. പക്ഷെ ഒരു RTP പ്രോഗ്രാമിൽ കയറിയപ്പോൾ ഞാൻ സത്യത്തില് എന്താ പറയാ ഒരു മോട്ടിവേഷൻ സ്പീച്ച് എന്തായിരിക്കണം എന്ന് മനസ്സിലാക്കി അവിടെ നിന്നാണ്. അവിടെ വരുന്ന ഓരോ ലീഡേഴ്സും അവരവരുടെ എക്സ്പീരിയൻസ്, വളരെ താഴ്ന്ന മേഖലയിൽ നിന്ന് വിജയിച്ചു വന്നവരും വലിയ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഈ ബിസിനസ്സിൽ വന്നിട്ട് മാറ്റങ്ങളും, ഇങ്ങനെ ഒത്തിരി കഥകൾ അവിടെ, കഥകളല്ല അനുഭവങ്ങൾ അവിടെ കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻസ്പയർ ആവുകയും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. തുടക്കത്തില് ഒരു 5-6 മാസത്തോളം ഞാൻ വിചാരിച്ചപ്പോൾ
കേട്ടപ്പോ വിചാരിച്ചത് ഒന്ന് എന്റെ ഏട്ടനെ ബിസിനസ്സിൽ കൊണ്ടുവരാം, അമ്മാവന്റെ മോനുണ്ട്, അങ്ങനെ ഒരുപാട് കുടുംബക്കാരും സുഹൃത്തുക്കളൊക്കെ ഈ ബിസിനസ്സിൽ കൊണ്ടുവരാം എന്നിട്ട് പെട്ടെന്ന് തന്നെ 2,10,000 വാങ്ങിക്കലാന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു തുടക്കകാലത്ത് എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ബിസിനസ് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത്. കാരണം ഈ ബിസിനസ്സിൽ തുടക്കകാലത്ത് നമ്മൾ പറയുന്ന ആരും തന്നെ നമ്മളെ സ്വീകരിക്കുകയോ വരികയോ ഒന്നും ചെയ്യില്ല. റിജക്ഷൻ അത് വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു. കാരണം ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഞാൻ പകൽ സമയങ്ങളിൽ മാത്രമേ വർക്കിന് പോകാറുള്ളൂ. ആദ്യം ഷോപ്പുകളിൽ വൈകിട്ടാകുമ്പോൾ കടയിലെത്തണം. അങ്ങനെ ഞാൻ കടയിൽ പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പകൽ സമയത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ വൈഫിനെ കടയിലേക്ക് ഇരുത്തിയിരുന്നു. എനിക്ക് വർക്കിന് പോകാൻ വേണ്ടി ഞാൻ വൈഫുമായിട്ട് ഡിസ്കസ് ചെയ്തു, ഇങ്ങനെ ബിസിനസ് ഉണ്ട്, നമുക്കൊന്ന് ചെയ്തു നോക്കാം, എന്തായാലും ഇപ്പോഴത്തെ ചെറിയ പ്രതിസന്ധിക്ക് മറികടക്കാൻ നമുക്ക് ഒരു എക്സ്ട്രാ ബിസിനസ് ആവശ്യമല്ലേ, അതുകൊണ്ട് നീ കടയിൽ നിൽക്കുക, ഞാനും ഈ ബിസിനസ് ചെയ്യാൻ പോടുക എന്നുള്ള സംസാരിച്ചു. പക്ഷെ വൈഫ് ആദ്യമൊക്കെ റിജക്ഷൻ, വളരെ വലിയ റിജക്ഷൻ തന്നെ നടത്തിയ ആളായിരുന്നു. പക്ഷെ മൂപ്പരെ ഞാൻ ഒരു പ്രോഗ്രാമിലൊക്കെ കയറ്റി ചെറിയൊരു എന്ത് ചെയ്തു, ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ചെയ്യാൻ അനുവദിക്കാൻ വേണ്ടിയിട്ട് മൂപ്പരെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു. അങ്ങനെ പകൽ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, വർക്കിനൊക്കെ പോയി. പക്ഷെ വർക്കിനൊക്കെ ഇറങ്ങിയാൽ ഒരു കുഴപ്പമുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനത് ഫുൾ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് അങ്ങനെ ആയപ്പോ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ മൂപ്പരെ ഷോപ്പിൽ ഞാൻ ചില സമയത്ത് ലേറ്റ് ആയൊക്കെ വരും. രാത്രി ഒരു 9 മണി 10 മണിയൊക്കെ ആകുന്ന സമയത്ത് കടയിൽ ടൗണിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു അവസ്ഥ. കാരണം സ്റ്റാഫുകളൊക്കെ പോയി കഴിഞ്ഞാൽ വൈഫിന് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ആകെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമായി. ആ സമയത്ത് മൂപ്പര് എന്നോട് എപ്പോ ചീത്തയും പ്രശ്നമായി. കാരണം ഇത് എങ്ങനെ നേരത്തെ വരണം, അങ്ങനെ അപ്പൊ ഇതൊക്കെ ബുദ്ധിമുട്ടായ മനസ്സിലപ്പോ ഞാൻ മൂപ്പരെ എന്ത് ചെയ്തു, പ്രോഗ്രാം കയറ്റി. അപ്പൊ മൂപ്പരോട് പറഞ്ഞു, എനിക്കും ഈ ബിസിനസ് നിങ്ങളെ കൂടെ ചെയ്താൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ആ റിജക്ഷൻ ഒക്കെ മാറി. കാരണം കുറച്ച് ചെറിയൊരു അക്കൗണ്ടിൽ 450,000 ഒക്കെ വരുമാനം വരാൻ തുടങ്ങിയപ്പോ മൂപ്പരും എന്റെ കൂടെ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങള് കട ഒരു സ്റ്റാഫുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പിന്നെ ഞങ്ങൾ കടയിലേക്ക് ഫുൾ ടൈം ബിസിനസ്സിലേക്ക് ഇറങ്ങി. അങ്ങനെ എന്റെ വൈഫ് ഇന്ന് കമ്പനിയുടെ 3ാമത്തെ റാങ്ക് DTC റാങ്കിൽ വർക്ക് ചെയ്യാണ്. മൂപ്പരും എന്റെ കൂടെ തന്നെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇപ്പം. അപ്പൊ ഈ റിജക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും എന്റെ അപ്ലൈ ലീഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ മെന്റർ ആയിട്ടുള്ള റിയലാൽ സാറോട് പറയും, സാറേ എനിക്ക് വയ്യ, ഞാൻ ഇനി ബിസിനസ്സിലില്ല. കാരണം എനിക്ക് ജനങ്ങളോട് പറഞ്ഞിട്ട് ബിസിനസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല, ഒറ്റക്ക് ഒന്നും നടക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയും, സാറ് നിരന്തരം പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യും. സാറ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ സാറിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഒരു പ്രോഗ്രാം സെന്ററിൽ 10 ആളെയൊക്കെ ക്ഷണിക്കും, പക്ഷെ ആരും വരൂല. ശരിക്കും പറയണ അവിടുന്ന് കരച്ചൽ വന്ന ദിവസങ്ങളുണ്ട്. കരഞ്ഞു പോയിട്ട് ഞാൻ റിയലാൽ സാറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വയ്യ, എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്റെ കടയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്, ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് അദ്ദേഹം എന്നോട് പറഞ്ഞാല്, സാറിന് നിരന്തരം സാറ് പ്രോഗ്രാം കേൾക്കൂ, സാറ് പ്രോഗ്രാം കേട്ട് സാറിന് എന്നീ പ്രോഗ്രാം എടുക്കാൻ പറ്റുന്ന അവസരം വരുന്നത് അതുവരെ കേൾക്കൂ, അപ്പോഴേക്കും നിങ്ങളെ കൂടെ ആളുകൾ വരുള്ളൂ. കാരണം കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണ്ടേ, സാറിന് ബിസിനസ് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി വേണ്ടേ, അപ്പൊ നിരന്തരം പ്രോഗ്രാമിൽ പങ്കെടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേട്ട് ഞാൻ എല്ലാ പ്രോഗ്രാമിലും ഏത് ലീഡേഴ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ കൂടെ അസോസിയേറ്റ്സിനെ ക്ഷണിച്ചിട്ട് വന്നില്ലെങ്കിലും വന്നാലും ഞാൻ ഫുൾ ടൈം എന്ത് ചെയ്യും, ആ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നിരന്തരം പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടാണ് എനിക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ്, ചെറുതും വലുതുമായിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് എന്റെ കൂടെ ഒരു 200ഓളം ഐഡിയകൾ അടിച്ചിട്ടുണ്ട്. അതിലൊരു 40-50 പേര് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലീഡേഴ്സ് ആണ്, നല്ല പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സ് ആണ്. ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഈ ബിസിനസിന്റെ എനിക്ക് രക്ഷ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം തന്നെ, ഞാനൊരു ടെക്സ്റ്റൈൽ വ്യാപാരിയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എന്നോട് പറയുന്നത് 5,000 രൂപ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ ആഴ്ചക്ക് 2,10,000 കിട്ടും. സത്യത്തില് ഞാനത് വിശ്വസിക്കുമോ? കാരണം വെച്ചാല് ഞാൻ ലക്ഷങ്ങള് 10-40 ലക്ഷം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് പോലും എനിക്ക് ആഴ്ചക്ക് 2,10,000 കിട്ടുന്നില്ല. അങ്ങനെയുള്ള എന്നോട് 5,000 രൂപ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2,10,000 കിട്ടും എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം നമുക്ക് ഇവിടെ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആൾക്കാർക്ക് പോലും ചിലപ്പം എല്ലാ ആഴ്ചയും 2,10,000 കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള അവസരത്തില് ആ ആഴ്ചക്ക് 2,10,000 കിട്ടുന്നതിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കുറച്ച് പാടുപെട്ടു ആരും. അങ്ങനെ എന്നോട് പറഞ്ഞു, ഫസ്റ്റ് ഞാനൊരു 5,000 രൂപ പർച്ചേസ് ചെയ്തു. എന്തായാലും നിർബന്ധത്തിന് കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ചു. പ്രൊഡക്റ്റ് വാങ്ങിച്ച് വീട്ടിലെത്തിയാല് എല്ലാവരും തന്നെയും പുതിയ പ്രൊഡക്റ്റുകൾ, പുതിയ കാണാത്ത പ്രൊഡക്റ്റുകളെ കാണുമ്പോൾ ഉണ്ടാകും രക്ഷിതാക്കളുടെ മറ്റും ഉണ്ടാകുന്ന ഒരു പ്രയാസം, അത് നമ്മൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ എന്റെ അമ്മ പ്രൊഡക്റ്റിന് റിസൾട്ട് കിട്ടുകയാണ്. എന്റെ അമ്മ
സ്ഥിരമായിട്ട് സെൻസോഡൻ ഡോക്ടർ ഏതൊരിക്കലും പല്ലുപൊളിപ്പിന് കാണിച്ചപ്പോ പറഞ്ഞു സെൻസോഡൻ ഉപയോഗിക്കണം. അങ്ങനെ ആ സെൻസോഡൻ ഉപയോഗിക്കാൻ പറഞ്ഞതുകൊണ്ട് വേറെ ഒരു പേസ്റ്റും അമ്മ എന്ത് ചെയ്യില്ല, ഉപയോഗിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ അത് അന്നേരം പല്ലുപൊളിപ്പുള്ളതുകൊണ്ട് പറഞ്ഞത് അല്ല, അത് തേക്കുമ്പോ പല്ലുപൊളിപ്പില്ല, അല്ലെങ്കിൽ പല്ലുപൊളിപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് നോക്ക്. അങ്ങനെ എന്റെ അമ്മയ്ക്കും ഭാര്യയുടെ പിതാവിനും അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് പേസ്റ്റ് കൊടുത്തു. അവരൊക്കെ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട്. എന്റെ അമ്മ നിർബന്ധിച്ചപ്പോ പേസ്റ്റ് ഉപയോഗിച്ച് അമ്മ പറഞ്ഞു നല്ല പേസ്റ്റ് ആണ്, നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതുപോലെ തന്നെ ഭാര്യയുടെ പിതാവ് വൈഫിനെ വിളിച്ചു ചോദിച്ചു, അല്ല ആ പേസ്റ്റ് എവിടെയാ കിട്ടുക? അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തിനാന്ന് ചോദിക്കും, എന്നാലും നമുക്ക് കാര്യം മനസ്സിലാവും. ആ പേസ്റ്റ് പല്ല് വേനക്ക് നല്ലതാണ്, എനിക്ക് നിരന്തരം പല്ല് വേന വരാറുണ്ടായിരുന്നു, ഞാൻ പലപ്പോഴും ഗുളിക കുടിക്കാറുണ്ട്. അന്നേരമാണ് മൂപ്പര് പല്ല് വേന ഉള്ളതും ഗുളിക പിടിക്കുന്നത്. എന്റെ ഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് സാറേ, ഉണ്ടാവുമായിരിക്കും അല്ലെ? അപ്പം വടകരക്കാർ ഭാഷ കുറച്ച് ഇതല്ലേ. അപ്പം എന്തിനായാലും അങ്ങനെ ഭാര്യ പിതാവും ഇത് പറഞ്ഞു നല്ല സാധനം തോന്നുന്നു. അങ്ങനെയാണ് ഈ ബിസിനസ് ഏറ്റെടുക്കണമെന്നും കുറച്ച് പ്രൊഡക്റ്റുകളുടെ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടിയത് കൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ബിസിനസ് ഏറ്റെടുത്തു. 5000 രൂപയുടെ പർച്ചേസ് കഴിഞ്ഞു. പിന്നീട് ഞാൻ ഫസ്റ്റ് തന്നെ എന്താ പറയാ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് റാങ്കിൽ അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പെർഫോമൻസ് ബോണസ് ഉണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂട്ടർ റാങ്കില്. ആ ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ ഞാൻ 2,70,000 രൂപയുടെ പ്രോഡക്റ്റ് ഒരുമിച്ച് വാങ്ങിച്ചു. കാരണം എന്താ വെച്ചാല് ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ലക്ഷങ്ങൾ മുടക്കണം തന്നെയാണ്. ആ മുടക്കുമ്പോഴേ നമുക്കൊരു മൈൻഡ് സെറ്റില് ബിസിനസ് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ പിന്നെ 2,70,000 മുടക്കി ഫസ്റ്റ് പ്രാവശ്യം ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ പെർഫോമൻസ് ബോണസ് പിടിച്ചു. ആ പെർഫോമൻസ് ബോണസ് പിടിച്ചപ്പോൾ ഉണ്ടായ ഒരു മനസ്സിന്റെ ഒരു സുഖവും ഒരു നമുക്കൊരുണ്ടായ ഒരു ചേഞ്ച് ഭയങ്കര ഫീൽ ആയിരുന്നു. കാരണം നമുക്കൊരു എന്റെ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ ഒരു ഓണം വിഷു എല്ലാം കഴിഞ്ഞാലുണ്ട് കഴിഞ്ഞ പാടുള്ള ഒരു എനർജിയല്ലോ, ഒരു പൈസ ഒരുപാട് വരും, പക്ഷെ അന്ന് നമുക്കുള്ള പൈസ അല്ല എന്നുള്ളത് പിന്നീട് ബോധ്യപ്പെടും, അത് പറയാം. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പെർഫോമൻസ് ബോണസ് പിടിച്ചപ്പോൾ നമ്മളെ അക്കൗണ്ടിൽ നല്ലൊരു വരുമാനം വരികയും അതുപോലെ തന്നെ മൊത്തത്തിൽ നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു സ്റ്റേജിന്റെ മുകളിൽ റെക്കഗ്നൈസേഷനും കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഇപ്പൊ 40-40 വയസ്സായി. ആ വയസ്സ് വരെ എനിക്ക് ഇന്ന് ഞാൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടും എവിടെയും ഒരു റെക്കഗ്നൈസേഷനോ അല്ലെങ്കിൽ നാലാളെ മുന്നിലോ അംഗീകാരോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഇവിടെ ഞാൻ നോക്കുമ്പോ ഞാനൊരു പെർഫോമൻസ് ബോണസ് പിടിച്ചപ്പം 1000 ആൾക്കാരുടെ മുന്നിലൊക്കെ എനിക്ക് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വലിയൊരു ഷാള് അണിയിക്കുകയും അതുപോലെ അതൊക്കെ എന്റെ ജീവിതത്തിൽ വലിയ ഒരു എന്താ പറയുക മാറ്റം സൃഷ്ടിക്കാൻ തുടങ്ങി. കാരണം ചെറുക്ക് ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടാത്ത കുറെ അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നാളെ അത് ആ ഒരു ഇൻസ്പിറേഷനകത്ത് ഞാൻ കൂടുതൽ ശക്തമായി വർക്ക് ചെയ്തു. ഏകദേശം തുടക്കത്തിൽ കുറച്ച് സമയം എടുത്തെങ്കിലും പിന്നീട് ഞാൻ TC ആയി. TCയിൽ നിന്ന് ATC ആവാൻ വേണ്ടി കുറഞ്ഞ സമയം എടുത്തുള്ളൂ, 3 മാസം മറ്റോ എനിക്ക് തോന്നുന്നു എടുത്തുള്ളൂ. അവിടുന്ന് DTCയിലേക്കും അങ്ങനെ എല്ലാം 1.5 വർഷം കൊണ്ട് ഞാൻ ഇന്ന് സോണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതാ ഇനിയിപ്പം ചിലപ്പം ഈ മന്ത് ക്ലോസിംഗിൽ അടുത്ത മാസം ആകുമ്പോഴേക്കും എന്റെ STC ഉണ്ടാവും. കാരണം ഈ മാസത്തെ പെർഫോമൻസ് പിടിക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ്. ഈ മാസവും പെർഫോമൻസ് പിടിച്ച് അടുത്ത മാസം കൂടി വരുമ്പോഴേക്കും ഞാൻ STC റാങ്കിൽ എത്താനുള്ള എല്ലാ ഓട്ടത്തിലും ആണുള്ളത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ശക്തമായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായി ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന അവസരത്തിൽ എനിക്ക് എന്ത് ചെയ്തില്ല, പിന്നെ എന്താ പറയാ സ്വാതന്ത്ര്യം ഒരു എപ്പോഴും ടൈറ്റായി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം നമ്മള് ഷോപ്പിലേക്ക് രാവിലെ 9 മണിക്ക് പോകുന്നു, വൈകിട്ട് 11:30-12 മണി വരെയൊക്കെ ഷോപ്പ് പലപ്പോഴും ഓവർ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഉണ്ടെങ്കിൽ സ്ഥാപനം നടക്കുന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ ഫുൾ ടൈം സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടൈം ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ പേഴ്സണൽ ലൈഫിൽ ഫാമിലിയായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള സമയം കുറവായിരുന്നു. കാരണം ഒരു 10-13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് വൈഫ് ഹൗസില് സാധാരണ ഓണം വിഷു പെരുന്നാളിനൊക്കെ പോകുന്ന അവസരത്തില് എന്നെ സംബന്ധിച്ചോളം ഞാൻ വളരെ കുറഞ്ഞ സമയത്ത്, അതായത് ഓണത്തിന് അന്ന് തിരുവോണായെന്നും ഷോപ്പ് തുറക്കും, ഉച്ചവരെ തുറന്ന് ഷോപ്പിലെ സെയിൽസ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ച് ഓണസദ്യയൊക്കെ ഉണ്ട് വീട്ടിൽ വന്ന് റെസ്റ്റ് ഒരു ഉറക്കുണ്ട്. ആ ഉറക്ക് കഴിഞ്ഞ് ഒരു സന്ധ്യ ആകുമ്പോ വൈഫിനോട് വരും വാ നിന്റെ വീട്ടിൽ പോകാൻ. നേരെ വൈഫ് ഹൗസിൽ രാത്രി എത്തും. ഇവിടുന്ന് 1.5 മണിക്കൂർ ഓട്ടോ ഉണ്ട് വൈഫ് ഹൗസിലേക്ക്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഫുഡെല്ലാം കഴിച്ച ഒരൊറ്റ ഉറക്കാണ്. ആ നാട്ടുകാരൊന്നും എന്നെ കാണാറില്ല. കാരണം രാത്രി എത്തും, പിന്നെ ഞാൻ രാവിലെ പോരും ഷോപ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു എന്റെ ഒരു പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരുന്നത് ഓണോ വിഷുവും. അപ്പൊ ഭാര്യയുടെ അച്ഛനപ്പം ചോദിക്കും തിരക്ക് തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ എനിക്ക് ഒരു ടൈം ഫ്രീഡം, ഒരു കുടുംബത്തെ പോലും സമയം ചെലവ്. ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ രാത്രി കടയും പൂട്ടി പോകുന്ന ഒരു ശീലം, ആൾക്കാരായിട്ട് ടൗണിൽ ഷോപ്പ് എന്നുള്ള ബന്ധമല്ലാതെ പുറത്തുനിന്ന് ഒരു സന്തോഷത്തോടുള്ള ഒരു സമയം ചെലവഴിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ടെൻഷനായിരുന്നു. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നപ്പോഴാണ്
ഇവിടെ ടൈം ഫ്രീഡം ഞാൻ ആസ്വദിക്കുന്നത്. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് 1.5 വർഷമായിട്ട് എന്റെ എന്താ പറയാ വൈഫ് ഹൗസിൽ ഓണത്തിനും വിഷുവിനും നേരത്തെ കാലത്ത് പോകാൻ സാധിച്ചു. അവർക്കൊക്കെ അത്ഭുതമായി എന്താ പരിപാടി. പക്ഷെ വൈഫ് ഹൗസില് ഭാര്യാപിതാവിനെ അറിഞ്ഞിട്ടില്ല ഞാൻ ഈ ബിസിനസ് ശക്തമായി ചെയ്യുന്ന കാര്യം. മൂപ്പര് ഇപ്പോഴും വിചാരിക്കുന്ന ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ തന്നെയാണ്, അതിന്റെ കൂടെ എന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഷോപ്പ് പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് ഇന്ന് ഫുൾ ടൈമില് ഞാൻ ആദ്യം തൊഴിലാളികൾക്ക് വിട്ടുകൊടുത്തു. അപ്പൊ തൊഴിലാളികൾക്ക് വിട്ടുകൊടുത്തപ്പോഴും നമുക്ക് എന്തുണ്ട്, അവര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. അതൊരു ഇറിറ്റേഷനായി മാറിയ സമയത്ത് ഞാൻ ആ ഷോപ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇന്ന് ഫുൾ ടൈം മൈ ലൈഫ് സ്റ്റൈൽ എന്ന ബിസിനസ്സിലേക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് എന്തൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ടോ അതിന്റെ ഡബിൾ സ്ട്രോങ് ആയാലും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി അച്ചീവ്മെന്റ് കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഒരു ഭാഗത്തുള്ള ഇറിറ്റേഷൻ ഒഴിവായി കിട്ടി. അപ്പൊ അത് നമ്മൾ ഒരു കോൺസെൻട്രേറ്റ് ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്യുമ്പോഴായിരിക്കും ഷോപ്പിൽ നിന്ന് കോൾ വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വർക്കിന് കൊടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക്, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും കോള് കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തായതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ആ ഷോപ്പ് ഒഴിവാക്കി നമ്മളെ സത്യമാഷൊക്കെ പറയുന്ന പോലെ കപ്പൽ കത്തിക്കുക എന്നുള്ള പരിപാടി അങ്ങ് ചെയ്തു. കാരണം നമ്മൾ ബിസിനസ്സിൽ കപ്പൽ കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ ഇവിടെ നിന്ന് അല്ലെങ്കിൽ അവിടെ പോവാലോ എന്നുള്ള ഒരു ചാൻസ്. ആ കപ്പൽ കത്തിക്കുന്നതിന്റെ കഥ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളെ ഒരു ചെറിയൊരു കഥ പറയാം. നമ്മൾ കപ്പൽ കത്തിക്കുന്ന കാര്യം, നമ്മളൊരു ഒരു നാട്ടുരാജാവ് ഒരു യുദ്ധത്തിന് പോകുന്ന അവസരത്തില് പലപ്പോഴും കടൽ കടന്നിട്ട് വേണം യുദ്ധം ചെയ്യാൻ. അപ്പൊ കപ്പൽ സൈഡിൽ കടൽ നിർത്തിയിട്ടിട്ട് യുദ്ധം ചെയ്യാൻ പോകും. അപ്പോഴൊക്കെ പരാജയപ്പെട്ടു വന്നു. കാരണം ആ തിരിച്ച് ഭടന്മാർക്കെല്ലാം എന്താ കപ്പലിലേക്ക് ഓടി ഇങ്ങോട്ട് പോരും ഇത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് യുദ്ധം പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് ഒരു ദിവസം കപ്പലിലെ ക്യാപ്റ്റൻ എന്ത് ചെയ്തു വെച്ചാല് എല്ലാരും കപ്പലിൽ നിന്ന് പുറത്തിറങ്ങി യുദ്ധത്തിന് പോകുന്ന സമയത്ത് പറഞ്ഞു, ഈ കപ്പൽ കത്തിക്കുകയാണ്, ഇവിടെ നമുക്ക് എന്തില്ല തിരിച്ചു വരാനുള്ള ഓപ്ഷൻ ഇല്ല, വിജയിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള എന്തായി, ആ കപ്പൽ കത്തി പോയി. എന്നാലും വിജയിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരണമെങ്കിൽ വിജയിച്ച് അവിടുത്തെ കപ്പൽ പിടിച്ചടക്കിയിട്ട് വേണം നമുക്ക് നാട്ടിലേക്ക് വരാൻ. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സർവ്വശക്തിയും എടുത്ത് അല്ലെങ്കിൽ നമ്മളെ സർവ്വ കഴിവും ഉപയോഗിച്ച് ആ യുദ്ധം വിജയിക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം നാട്ടിലേക്ക് തിരിച്ചു വരണമെങ്കിലും യാത്ര പോകണമെങ്കിൽ നമുക്ക് അവിടുത്തെ കപ്പൽ വേണമല്ലോ. അപ്പൊ അവിടുത്തെ ആൾക്കാരെ തോൽപ്പിച്ചിട്ട് വേണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള ചിന്ത എന്തായിരിക്കും, എത്ര നല്ല വിജയം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് തിരിച്ചു പോകാൻ പറ്റൂ. അതുപോലെയാണ് ഇവിടെയും നമ്മൾ 2-3 ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമുക്ക് എന്ത് സംഭവിക്കും, ഈ എപ്പോഴും ഈ ബിസിനസ് ചെയ്തുകൊണ്ടും എന്തെങ്കിലും ഒരു റിജക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പഴയ ജോലിയിലേക്ക് തന്നെ പോകാൻ ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഒരു സിസ്റ്റം വേണ്ട എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയപ്പോൾ ഞാൻ പഴയ ആ ബിസിനസ് അവസരം പൂർണ്ണമായിട്ടും എന്റെ മനസ്സിൽ നിന്ന് പോലും പോകാൻ വേണ്ടിയിട്ട് ആ ഷോപ്പ് തിരിച്ചു കൊടുത്തു വെച്ചാല് ഇനി പുതിയ ആളെ കണ്ടുപിടിച്ച് അതിനുള്ള സമയമൊന്നും പോകണ്ട വെച്ചിട്ട് ബിൽഡിംഗ് ഓണർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ നഷ്ടങ്ങളൊക്കെ എനിക്ക് കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് ഇവിടുന്ന് നേടാൻ സാധിക്കുന്നില്ല പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ് അത്രയും സമയം ചെലവാക്കാതെ. അതായത് നമ്മൾ പുതിയൊരു വ്യക്തിയെ കണ്ടു ഷോപ്പ് അവർക്ക് കൊടുക്കുന്നതിനേക്കാളും സമയം കുറെ ചെലവഴിക്കും. ഇത് ബിൽഡിംഗ് ഓണേഴ്സിനോട് ഡയറക്റ്റ് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. അങ്ങനെ അത് അവർക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് ഇപ്പൊ ഞാൻ ഫുൾ ടൈം ഇറങ്ങി. ഇനി എനിക്ക് മുന്നോട്ട് കൂടുതൽ പിറകുന്ന് വലിക്കാനുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പൊ ഞാൻ കേരളത്തിന് ഒരുപാട് കേരളത്തിനകത്തുള്ള കോട്ടയത്ത് ടീം ഉണ്ടാക്കിയിട്ടുണ്ട്, കൊല്ലത്ത് ടീമുണ്ട്, എനിക്ക് ഇടുക്കിയിലേക്ക് ടീമുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പുതിയ പോക്കറ്റുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, സെറ്റായി എന്നറിയാം. അപ്പോഴാണ് ഒരു വൈഡായിട്ട് ചെയ്യാൻ തുടങ്ങി. ഈ റാങ്കിൽ എത്തിയപ്പോഴാണ് ഞാൻ വൈഡായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ നാട്ടിൽ തന്നെ കളിച്ച് കുറെ ടീമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ഇന്നിപ്പം കോഴിക്കോട് കേരളത്തിൽ മൊത്തം ജില്ലകളിലേക്കും വ്യാപിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഓടാൻ തുടങ്ങി. കപ്പൽ കത്തിച്ചപ്പോ എനിക്ക് വേറെ രക്ഷയില്ല. ഇനി ഈ ബിസിനസ്സിൽ വിജയിച്ച് വൻ സക്സസ് ആയി മാറുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇപ്പം നല്ല രീതിയിൽ ടീം സെറ്റായി വരുന്നുണ്ട്. ഈ മാസം നല്ലൊരു ടേൺ ഓവർ ഒക്കെ കാര്യമായിട്ടുണ്ട് ഇത് സമയം വരെ. അങ്ങനെ വളരെ പവർഫുൾ ആയിട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നിരന്തരം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് വെച്ചാല് നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ ഒരുപാട് ചേഞ്ച് ഉണ്ടാവും. അതെനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തു. കാരണം വെച്ചാല് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തന്നെ നമുക്ക് ഒരു 10 പേരെ ഇരുത്തി സഭയിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ അതിന് പ്രത്യേകം എന്താ പറയാ ആദ്യമൊന്നും സാധിക്കില്ലായിരുന്നു. കാരണം വെച്ചാൽ അങ്ങനെ ഒരു അവസരത്തിൽ എത്തിപ്പെടാൻ നമുക്ക് അവസരം ഉണ്ടായിരുന്നില്ല. 2 തുടക്കകാലത്ത് എന്നോട് ഒരു ചെറിയ ഹോം മീറ്റിംഗിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സോറി എനിക്ക് അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ 1000ഓളം വരുന്ന ആൾക്കാരുടെ മുന്നിൽ
അത്യാവശ്യം സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അത് തന്നെ നമുക്ക് കിട്ടിയത് ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു പേഴ്സണാലിറ്റി ചേഞ്ച് ആണ്. അത് നമ്മളിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇന്നലെ പഠിച്ചു വരുന്ന ഒരു സംഗതിയാണ്. അതൊക്കെ സാധിച്ചു ഇന്ന് 1000 ആൾക്കാർ മുന്നിൽ വരാൻ. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ മുന്നിൽ സംസാരിക്കാൻ, ഇത്രയും നേരം ഇങ്ങനെ സംസാരിക്കാൻ ഒക്കെയുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് കിട്ടിയതും ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു ചേഞ്ച് ആണ്. അതെന്നെ സംബന്ധിച്ചുള്ള എന്റെ രക്ഷിതാക്കൾ പോലും പറയും, എന്റെ മകൻ വളരെ സപ്പോർട്ടാണ് എന്റെ വീട്ടിലൊക്കെ. കാരണം വെച്ചാലും ഇന്നലെ ഞങ്ങള് ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമില് ഞങ്ങള് കണ്ണൂർ വെച്ചായിരുന്നു ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമില് ഞാന്, എന്റെ ഭാര്യ DTC ലീഡറാണ്, എന്റെ അമ്മ ഈ ബിസിനസ്സില് നമ്മള് ടീം ലെവലിൽ നടത്തുന്ന ഒരു റാങ്ക് ഉണ്ട്, അതിൽ 3ാമത്തെ റാങ്കിലാണ്. എന്റെ അമ്മയുടെ അനിയത്തി ഈ ബിസിനസ് ചെയ്യുന്നു, അദ്ദേഹം പിന്നെ എന്താ പറയാ ടീം ലെവലിൽ 2ാമത്തെ റാങ്കിലാണ്. ഈ ആഴ്ച മൂപ്പര് ഞങ്ങൾക്ക് ചെറിയ കോൺടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അച്ചീവ് ചെയ്ത് അമ്മയും അച്ചീവ് ചെയ്തു, അമ്മയുടെ അനിയത്തി അച്ചീവ് ചെയ്തു. ഇതൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടപ്പോ ഞാൻ തുടക്കകാലത്ത് ബിസിനസ് പറഞ്ഞ എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകള് എന്നെ വിളിക്കാൻ മടിയായത് കൊണ്ട് അമ്മയുടെ അനിയത്തിയെ വിളിച്ചു ചോദിച്ചു, സുധീഷ് ചെയ്യുന്ന സംഭവം വളരെ നല്ലതാണ് അല്ലെ. അപ്പൊ അതെന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇവിടെ പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യാൻ ഒരു സുഹൃത്ത് വന്നിരുന്നു, അവനോട് പ്രൊഡക്റ്റ് വേണ്ട, വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പിന്നെ എന്റെ ആങ്ങളെ ചെയ്യുന്നുണ്ട് ഈ ബിസിനസ്, അതുകൊണ്ട് എനിക്ക് പ്രൊഡക്റ്റ് ഒന്നും വേണ്ട. അപ്പൊ വന്ന കക്ഷി ചോദിച്ചു, ആരാണ് പിന്നെ നിങ്ങളെ ആങ്ങളെ, എന്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചപ്പം എന്റെ പേര് പറഞ്ഞു സുധീഷാണ്, എടച്ചേരിയുള്ളതാണെന്ന്. സുധീഷ് സാറ് പെങ്ങൾ എന്നിട്ട് ഞങ്ങൾ ബിസിനസ് ചെയ്യാത്ത അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പോ മൂപ്പരിക്ക് ഒരു ഒന്നറിയാം, നമ്മളെ കുറിച്ച് മറ്റൊരാള് അവരോട് പറയുമ്പോഴാണ്, നമ്മളെ ബന്ധുക്കളോടൊക്കെ പറയുമ്പോഴാണ് അവർക്ക് അതിന്റെ വാല്യൂ മനസ്സിലാകുന്നത്. അങ്ങനെ മനസ്സിലാക്കി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു പ്രോഗ്രാമിന് അമ്മയുടെ അനിയത്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനും വരാം, എനിക്കും ബിസിനസ് ചെയ്യണം എന്നൊക്കെ, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ തുടക്കകാലത്ത് പോയിട്ട് ബിസിനസ് കൊടുത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത് ചെയ്ത് ബിസിനസ് സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, മീറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ സുധീഷ് ഉണ്ടെങ്കിൽ ഞാൻ വരൂല, കാരണം ചോദൻ എന്നോട് ഇപ്രാവശ്യം ഇത് കുറെ പ്രാവശ്യം പറഞ്ഞായിരുന്നു ബിസിനസ്. അപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, എന്റെ ടീമിൽ തന്നെ, നമ്മളെ ടീമിൽ തന്നെ, സുധീഷ് സാറിന്റെ ടീമിലാണ് നമ്മളെല്ലാരും വരുന്നത്, അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും സുധീഷിന് ഉണ്ടാവില്ല, നീ എന്തായാലും വാന്ന് പറഞ്ഞു. അങ്ങനെ ബിസിനസ്സിൽ വന്നു. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, തുടക്കകാലത്ത് നമ്മളെ ബന്ധുക്കള് സുഹൃത്തുക്കളെല്ലാം ഈ ബിസിനസ് അവസരം പറഞ്ഞു കൊടുക്കണം. കാരണം നാളെ അവർ ഈ ബിസിനസ് അവസരം എവിടെന്നെങ്കിലും മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ടീമിൽ വരാതെ മറ്റു പല ടീമുകളിലും ആയി പോകും. അതുപോലെ തന്നെ എന്നോട് അവൻ പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും എല്ലാവരും ഈ ബിസിനസ് അവസരം ഷെയർ ചെയ്യണം. തുടക്കകാലത്ത് ഒറ്റയ്ക്ക് ഷെയർ ചെയ്യാൻ നിൽക്കരുത് ആരും, ഒരു അപ്ലൈനെയും കൂട്ടി പോയിട്ട് വേണം ഷെയർ ചെയ്യാൻ. കാരണം നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമ്മൾ പറഞ്ഞാൽ അവർ ഒരിക്കലും ഉൾക്കൊള്ളുകയില്ല. കാരണം തുടക്കകാലത്ത് നമുക്ക് വരുമാനമൊന്നും കാണിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വിശ്വാസം ആവില്ല. ഒരു അന്നേരം നമ്മൾ അപ്ലൈൻ ലീഡേഴ്സിനെ കൂട്ടി പോയിട്ട് ഈ ബിസിനസ് അവസരം പറഞ്ഞു കൊടുക്കണം. ഇത് എന്നൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കുക. അന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിലും നമ്മൾ ചെയ്യില്ല. എത്ര പറഞ്ഞാലും ലീഡേഴ്സ് പറഞ്ഞാലും നമ്മൾ തുടക്കകാലത്ത് നമ്മൾ തന്നെ പോയിട്ട് ബിസിനസ് പറയും. അപ്പൊ അതിൽ അങ്ങനെ ഉണ്ടായ ഒരു പോരായ്മയാണ് ഇന്ന് ആ പെങ്ങള് ബിസിനസ്സിൽ വന്നു. അങ്ങനെ ഫാമിലി ആയിട്ട് എന്റെ കുടുംബത്തിൽ ഇപ്പൊ ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ ഞങ്ങൾ 5 പേര് എന്തായാലും ഒത്തുകൂടിച്ചേരും അവിടെ. അപ്പൊ അത് തന്നെ ഒരു വലിയ സക്സസ് ആണ്. ഫാമിലിയിലുള്ള ആൾക്കാരായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു RTPക്ക് പങ്കെടുത്ത കാര്യം, എന്റെ റിയൽ ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ പറയാറ് ആ RTP ആണ് എന്നെ സംബന്ധിച്ചോളം ഈ ബിസിനസ്സിൽ ശക്തമായിട്ട് നിൽക്കാനും ഓടാനും അതുപോലെ തന്നെ ഈ ബിസിനസ് പൂർണ്ണമായി ഏറ്റെടുക്കാനും സാധിച്ചത്. ഈ നിങ്ങൾ എന്നെ കേൾക്കുന്നവരില് പുതിയ ID രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർ, അതായത് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കാനുള്ള ശ്രമം നടത്തുക. കാരണം ഇവിടെ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തവർ RTP ഒക്കെ ഉള്ള സമയത്ത് ഒരിക്കൽ പോലും ID രജിസ്റ്റർ ചെയ്ത ആൾക്കാർ ഒരിക്കൽ പോലും RTP എന്നൊരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പാടില്ല. കാരണം ചിലപ്പോൾ 5000, 3000, 10000 ഒക്കെ പൈസ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു 5000 വരാൻ തോന്നുന്നു, കൂടുതലുള്ളത് തോന്നുന്നു. പക്ഷെ ആ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചാടി കയറി പൈസ കൊടുത്തോളണം. കാരണം വെച്ചാൽ നിങ്ങൾ ബിസിനസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, ആ RTP സെക്ഷനിൽ നമ്മുടെ ലൈഫ് മാറ്റുന്ന, ലൈഫിൽ ഇന്നലെ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ കിട്ടും. അത് നമ്മുടെ പേഴ്സണൽ ലൈഫ് പോലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഞാനും എന്റെ വൈഫിനെ RTPയിലൊക്കെ പങ്കെടുപ്പിച്ചപ്പോഴാണ് മൂപ്പർക്ക് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. മൂപ്പരും എന്താ പറയാ ബിസിനസ് ഏറ്റെടുത്തപ്പോ വളരെ ഫാസ്റ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതേപോലെ നമുക്ക് ഇത്തരം ഒരു ചേഞ്ച്, ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോ ഒരു RTP പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, തീർച്ചയായും എല്ലാവരും പെട്ടെന്ന് തന്നെ പൈസ കൊടുത്ത്, ഇനി 2000 അല്ലേ 3000 അല്ലേ അല്ല 5000 അല്ലേ എന്ന് വിചാരിക്കരുത്. കാരണം ഞാൻ സാധാരണ ട്രെയിനിങ് പ്രോഗ്രാമിൽ 15000 ഒക്കെ കൊടുത്ത് പോയ ആളാണ്.
പക്ഷെ ഇവിടെ എനിക്ക് 2000-3000-നും 5000-നും ഒക്കെ കിട്ടുന്ന ട്രെയിനിങ് പറഞ്ഞാല് അതിന്റെ 100 മടങ്ങ് പവറുള്ള അല്ലെങ്കിൽ 100 മടങ്ങ് അനുഭവങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അവിടെ ഒരാളെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് സാധാരണ ട്രേഡിംഗ് മോട്ടിവേഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ കിട്ടുക. പക്ഷെ ഇവിടെ 5-6 ലീഡേഴ്സിന്റെ ലൈഫ് നമുക്ക് എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ലൈഫ് എങ്ങനെ മാറ്റണമെന്നും നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾ എങ്ങനെ എത്തിപ്പിടിക്കണമെന്നൊക്കെ അതിനെ കുറിച്ച് കൃത്യമായ ധാരണ കിട്ടുകയും അത് നമുക്ക് ബിസിനസ്സിൽ ഉപയോഗിക്കാനും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫ് പോലെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് RTP എന്ന പ്രോഗ്രാം. അത് നമ്മൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഞാൻ നേരത്തെ മാഡമോട് എന്നെ പരിചയപ്പെടുന്ന അവസരത്തിൽ പറഞ്ഞു എല്ലാ റാങ്കിലും പെർഫോമൻസ് ബോണസ് പിടിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് ഞാൻ NTC ITC ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ റാങ്കിലും പെർഫോമൻസ് എന്തായാലും ഉണ്ടായിരിക്കണം. ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ TC ആയതിനു ശേഷം ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ പെർഫോമൻസ് ബോണസ് ലീഡേഴ്സ് പറഞ്ഞതുകൊണ്ട് പിടിച്ചതാണ്. അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാവാത്ത അവസരത്തില്. പക്ഷേ അത് കഴിഞ്ഞു ആ പെർഫോമൻസ് ബോണസ് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പെർഫോമൻസ് ചെയ്യുന്നതിന് കിട്ടുന്ന ഒരു റെക്കഗ്നൈസേഷൻ ആണ് അത്. അപ്പൊ ആ പെർഫോമൻസ് നമ്മൾ എന്നും കാഴ്ചവെക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ TC ആയപ്പോഴും പെർഫോമൻസ് അച്ചീവ് ചെയ്തു. പിന്നെ ATCയിൽ പെർഫോമൻസ് അച്ചീവ്മെന്റ് ചെയ്തു. DTC ആയ സമയത്ത് 2 പ്രാവശ്യം പെർഫോമൻസ് ബോണസ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ സോണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ ഇപ്പൊ പകുതി കഴിയാനായിരുന്നു. ഞാൻ ഇപ്പോ എന്താ പറയാ പെർഫോമൻസ് ബോണസ് മിക്കവാറും എന്നെ അറിയുന്നവർക്ക് എന്റെ സാരത്തിൽ ഈ മാസം കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെർഫോമൻസ് ബോണസ് എന്തായാലും ഉണ്ടായിരിക്കും ഈ മാസം. അതിന്റെ ഒരു ഓട്ടത്തിലാണ്. അപ്പം ഇതുപോലെ നമുക്കൊരു ഷിപ്പ് കോൺടെസ്റ്റ് ഒരു ഹൗസ് ബോട്ട് കോൺടെസ്റ്റ് ഒക്കെ ഉണ്ട് അവിടെ. അതിന്റെ ഭാഗമായിട്ട് ഈ മാസം പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്യുകയും അതുപോലെ തന്നെ കാരണം വെച്ചാല് എനിക്ക് ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാല് കേരളത്തിൽ കമ്പനി ആദ്യമായിട്ടൊരു പ്രോഗ്രാം നടത്തി, നെക്സസ് പ്രോഗ്രാം. കോഴിക്കോട്ടിലെ പല ലീഡേഴ്സിനെ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നെക്സസ് പ്രോഗ്രാമിൽ DTC റാങ്കിൽ എനിക്ക് ഒരു അച്ചീവറായി മാറാൻ ആദ്യത്തെ 80 ആളോ മറ്റോ ആയിരുന്നു, അതിലൊരാളായി മാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിച്ച് പ്രവർത്തിച്ചല്ല, നോർമലി പ്രവർത്തിച്ചപ്പോൾ തന്നെ എനിക്ക് അതിലൊരു അച്ചീവറായി മാറാൻ സാധിച്ചിട്ടുണ്ട്. അത്രയും ഒരു ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട് ആ സ്റ്റേജിൽ കയറാൻ ഒരു 10-12,000 ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ അത്രയും ലീഡേഴ്സിന്റെ മുന്നിൽ ആ സ്റ്റേജിലേക്കായി ഒരു ഓണറിങ് കിട്ടാൻ ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ എത്ര കൊല്ലം വർക്ക് ചെയ്താലും അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടത്തില്ല. പക്ഷെ ഇവിടെ കമ്പനിയുടെ ഒരു പ്രോഗ്രാമിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞാല് ഈ ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറെ ഗോളുകൾ ലക്ഷ്യങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ ഗോളുകൾ ഇപ്പം അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ സാധാരണ ഷോപ്പിലായതുകൊണ്ട് ഒരു മോശമില്ലാത്തൊരു മൊബൈലൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പൊ നല്ല ഒരു സാംസങ് A56 ഒക്കെ വാങ്ങിച്ചു. ഒരു 50,000 രൂപ വരുന്ന മൊബൈൽ ഷോപ്പ് മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഞാനിപ്പോ സംസാരിച്ചിരുന്നത് ഒരു ടാബിൽ കൂടിയാണ്. ആ ടാബ് ഞാൻ ഈ ബിസിനസ്സിൽ വാങ്ങിച്ചതാണ്. അതേപോലെ എന്റെ വൈഫും ഞാൻ പറഞ്ഞു എന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. മൂപ്പര് അനുജത്തിയുടെ ഒരു വീട്ടിൽ ഹൗസ് വാമിങ് വന്നപ്പോ വീട്ടിൽ എന്ത് ചെയ്തു, എന്നോട് പറഞ്ഞു ഞാൻ കൊടുത്തോളൂ, എന്റെ റീറ്റെയിൽ പ്രോഫിറ്റും എന്റെ അക്കൗണ്ട് കൂടെ ഒന്ന് വരുമാനമൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ഞാൻ കൊടുത്തിട്ട് വൈഫിന് എന്ത് അനിത്യയുടെ വീട്ടുകൂടലിന് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 40,000 രൂപയോളം വരെ വരുന്ന കട്ടിലും കിടക്കയും അവള് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ ബിസിനസ്സിലൂടെ ഉണ്ടായ നേട്ടങ്ങളാണ്. കാരണം ഞാൻ പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിലാണെങ്കിൽ ഓണം വിഷു ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. കാരണം വെച്ചാല് ഒരുപാട് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ പുതിയ ബാധ്യത, ഞാൻ ഈ ബിസിനസ്സിൽ സക്സസ് എന്നൊക്കെ പറഞ്ഞല്ലോ ടെക്സ്റ്റൈൽസിലൊക്കെ, പക്ഷെ അവിടെ നല്ല വീടൊക്കെ വെച്ച സമയത്ത് നല്ലൊരു ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചിട്ടി ഫണ്ടിൽ ഞാൻ ഒരു 25 ലക്ഷത്തിന്റെ കുറുക്കി ചേർന്നിരുന്നു. എന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു അത്. 25 ലക്ഷത്തിന്റെ കുറുക്കി ചേർന്നു. 5 ലക്ഷത്തിന് 5 കുറിയാണ് ചെയ്തത് വീട് പണിക്ക് ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട്. ഞാൻ വീട് പണി കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നേ ഒരു മിനുക്ക് പണിക്കൊക്കെ ലാസ്റ്റ് ഘട്ടത്തിൽ എടുക്കാന്ന് വിചാരിച്ച പൈസയായിരുന്നു അത്. ഏകദേശം ചിട്ടിയൊക്കെ തീർന്നു കഴിഞ്ഞു. 25 ലക്ഷം ഉൾപ്പെടെ എനിക്ക് കിട്ടാനുള്ള. പക്ഷേ ഞാൻ ക്ലൈമാക്സ് നമ്മൾ വീടിന്റെ പണിക്ക് നിലത്തിന്റെ പണിയും ഫ്ലോറിന്റെ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ആ പൈസക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഘട്ടത്തിൽ ആരോടും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരില്ലല്ലോ. അങ്ങനെ വിചാരിച്ച പൈസയായിരുന്നു. പക്ഷേ ആ ചിട്ടി ഫണ്ടുകാരൻ എന്റെ പൈസയും കൊണ്ട്, എന്റെ മാത്രമല്ല ഒരുപാട് ആൾക്കാർ പൈസ 3-3.5 കോടിയോളം രൂപയും കൊണ്ട് ആ ചിട്ടി ഫണ്ടുകാരൻ മുങ്ങി. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരു സ്ട്രഗിൾ വന്നു. അങ്ങനെയാണ് ബിസിനസ്സിൽ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ പുതിയ ബിസിനസ് തേടുന്ന അവസരത്തിൽ ബാങ്കിൽ പോയത്. അപ്പൊ ഈ സ്ട്രഗിൾ വന്നതിന് ശേഷം ഉണ്ടായ കുറെ ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടൊക്കെ മാറാനുള്ള ഒരു അവസരത്തെ കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ ബിസിനസ് അവസരം എനിക്ക് കൊണ്ടുതന്നത്. കാരണം നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ, നമ്മൾ പോസിറ്റീവായിട്ട് ആഗ്രഹിച്ച പോസിറ്റീവായ കാര്യങ്ങൾ നടക്കും, നെഗറ്റീവായിട്ട് ആഗ്രഹിച്ച നെഗറ്റീവായ കാര്യങ്ങൾ നടക്കുന്നു നമുക്കറിയാം. കാരണം വെച്ചാൽ അത് ലോ ഓഫ് അട്രാക്ഷന്റെ ഭാഗമായിട്ടുള്ള. പക്ഷെ ഈ ബിസിനസ്സിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, എനിക്ക് എന്റെ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ടെക്സ്റ്റൈൽ ഷോപ്പ് ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേയുള്ള കാര്യമാണ് പറഞ്ഞത്. ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ ആ ബിൽഡിങ്ങും സ്ഥലവും എനിക്ക് വാങ്ങിക്കണമെന്ന് എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു. അത് ഇന്നും എന്റെ ഗോളിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഷോപ്പൊക്കെ ഒഴിവാക്കിയെങ്കിലും ആ ബിൽഡിംഗ് സ്ഥലവും ഒരു നാള് ഞാൻ വാങ്ങിച്ചിരിക്കും.
കാരണം അത് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ ബിസിനസ്സിലൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. ഇങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും ദൈവം ഈ ബിസിനസ് അവസരം എന്റെ കയ്യിൽ ഏൽപ്പിച്ചതെന്നാണ് എന്റെ വിശ്വാസം. കാരണം എല്ലാവർക്കും ഈ ബിസിനസ് അവസരം കിട്ടിയിട്ട് ഏറ്റെടുക്കാൻ തോന്നാറില്ലല്ലോ. പലരും കേട്ടിട്ട് എന്ത് ചെയ്യും, റിജക്ഷൻ ചെയ്തിട്ട് മനസ്സിലാക്കാതെ പോകുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും എനിക്ക് ഇത്രയും വലിയ ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളിലാണ് ഡിഗ്രി കഴിഞ്ഞപ്പം ഉദ്യോഗസ്ഥന്മാരെ ലൈഫിലേക്ക് പോവാതെ എന്നുവെച്ചാല് ഒരൊറ്റ PSC ഇന്ന് പോലും ഞാൻ എഴുതിയിട്ടില്ല. കാരണം വെച്ചാൽ ലൈഫ് ഒരു എംപ്ലോയി ആയിരിക്കാൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഒരൊറ്റ PSC പോലും ഞാൻ എഴുതിയിട്ടില്ല. രക്ഷിതാക്കളൊക്കെ എപ്പം നിർബന്ധിക്കുന്ന ഒരു കാര്യമായിരുന്നു, PSC ചെയ്തു എനിക്ക് ജോലി നേടാനല്ലേ. അപ്പൊ ആ ജോലിയോട് എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ചാൽ എന്റെ ഫാദർ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ ആ ബാങ്ക് ഉദ്യോഗസ്ഥന്റെ ഒരു ലൈഫ് തന്നെ എത്രത്തോളം ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ അത് പോരാ, എനിക്ക് അതിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തുണ്ട്, ഈ സ്വപ്നങ്ങളൊക്കെ നേടാനുള്ള ഒരു അവസരം ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിട്ട് തന്നതാണ് ഈ അവസരം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഇനിയും വലിയ വലിയ ഗോളുകൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബിസിനസ്സിൽ വന്നത് കൊണ്ട് എനിക്ക് ഏറ്റവും വലിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാല്, ഞാൻ ടെക്സ്റ്റൈൽ ബിസിനസ്സിലായിരിക്കുന്ന സമയത്ത് എനിക്ക് കറങ്ങാനൊന്നും പോകാൻ സമയം കിട്ടില്ല. കാരണം ഫുൾ ടൈം ഷോപ്പിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട്. പക്ഷേ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഞങ്ങളുടെ ടീമിന്റെ ഒരു പ്രോഗ്രാം ഇവിടെ ഗോവയിൽ വെച്ച് നടന്നിരുന്നു. അവിടെ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അവിടെ താജ് ഇന്റർനാഷണൽ ഹോട്ടലിൽ 2 ദിവസം താമസിക്കാൻ സാധിച്ചു. അതെന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു നേട്ടമാണ്. കാരണം താജ് ഇന്റർനാഷണൽ ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ ഏകദേശം ഒരു 35,000 പ്ലസ് ടാക്സും അല്ലെങ്കിൽ 40,000 പ്ലസ് ടാക്സ് ഒക്കെ ഉണ്ടാവും അവിടെ താമസിക്കണമെങ്കിൽ. പക്ഷെ നമുക്ക് അതൊന്നും ആവശ്യമില്ല. കാരണം നമുക്ക് ടീമിന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അവിടെ ഫ്രീ ആയിട്ട് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇനി എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഫോർച്യൂണർ എടുക്കുന്നത്. കാരണം ഞാൻ ഈ ചിട്ടിയൊക്കെ തകർന്നതിന്റെ മുന്നേ എന്റെ കയ്യിൽ ഒരു ഇന്നോവ ഉണ്ടായിരുന്നു. ആ ഇന്നോവ ഉപയോഗിച്ചൊക്കെ യാത്ര ചെയ്ത് ശീല സമയത്ത് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു ഒരു ഫോർച്യൂണർ എനിക്ക് വാങ്ങണമെന്ന്. അത് നമ്മുടെ എന്റെ ഗ്രേറ്റ് ലീഡർ ITC ലീഡറായിട്ടുള്ള ദിനേശ് സാർ വാങ്ങിച്ച കണ്ടു. അദ്ദേഹത്തിന്റെ കാറിൽ കയറിയിരുന്നു, കാറൊന്ന് ഓടിച്ചു നോക്കി. അപ്പൊ എന്റെ മനസ്സിൽ അത് എന്നെ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യണമെന്നും അതിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പം ഈ ഡിസംബർ മാസം ആകുമ്പോഴേക്കും തൽക്കാലം ഒരു ചെറിയ കാർ, ഒരു 10-12 ലക്ഷം ഉറുപ്പിക വരുന്ന ഒരു കാർ മേടിക്കാനുള്ള ഒരു പ്ലാനിങ് ഇട്ടിട്ടുണ്ട്. ഈ ഡിസംബറിൽ എന്റെ ഒരു കാർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാസം ലാസ്റ്റ് എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, ഭാര്യ എടുക്കുന്നതാണ്, ഭാര്യ ഒരു ഇലക്ട്രിക് ഏതറിന്റെ ഒരു ഇലക്ട്രിക് ഏകദേശം 1,88,000 രൂപ വരുന്ന ഇലക്ട്രിക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ മാസം ഇറങ്ങുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം മുന്നേ കൂടി തീരുമാനിക്കാൻ, നമുക്കൊരു വണ്ടി മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വാങ്ങാൻ, ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഈ മാസം വൈഫ് ഇലക്ട്രിക് വണ്ടി ഇറക്കാൻ പോവാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ബിസിനസ്സിലൂടെ നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഫാമിലിയെ കൊണ്ടുവന്നപ്പോ ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്യേണ്ട ഒരു സന്തോഷം. അമ്മേന്റെ അനിയത്തിയും അതുപോലെ തന്നെ അമ്മയുടെ ചേച്ചിയുടെ മകളും, ഇങ്ങനെ ഒരുപാട് പേര്. ഇനിയിപ്പം പുതിയ കുറെ ആൾക്കാർ എൻക്വയറി വരുന്നുണ്ട് കുടുംബത്തിൽ തന്നെ. അങ്ങനെ അവരൊക്കെ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് നടത്താൻ ഞങ്ങൾ കുടുംബക്കാർ തന്നെ മതിയാവും എന്നുള്ളതാണ് എന്റെ ഒരു പവർ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, EV ബൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് തന്നെയാലും ഞാൻ പുതുതായിട്ട് ഈ സൂമീറ്റിംഗ് കേൾക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കാം. അവരോടൊക്കെ പറയുന്നത് ഈ കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക, ഈ ബിസിനസിനെ കുറിച്ച്. കാരണം നമ്മൾ റിജക്ഷൻ ചെയ്യുന്നതിന് മുന്നേ ഈ ബിസിനസിന്റെ അവസരം, കാരണം ഞാൻ ആദ്യത്തെ ഒരു 6 മാസം റിജക്ഷൻ ചെയ്തിട്ടും ടൈം നീട്ടി വലിച്ചു കൊണ്ടുപോയത് കൊണ്ടും എന്റെ STC നീണ്ടുപോയത്. ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴത്തേക്ക് STC റാങ്ക് കഴിഞ്ഞിട്ടുണ്ടാവുമായിരുന്നു. കാരണം നമ്മൾ ആ നഷ്ടപ്പെടുന്ന സമയത്തിന് വാല്യൂ അറിയണമെങ്കിൽ ഈ ബിസിനസ്സിൽ വന്ന് ഒരു സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്കൊരു അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് കുറച്ചുകൂടി മുന്നേ വന്നാൽ നന്നായിരുന്നു എന്ന് തോന്നുക. കാരണം ഈ ബിസിനസ് അവസരം കുറച്ചു കാലം മുന്നേ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ കിട്ടിയ അവസരത്തിൽ തന്നെ നമുക്കത് ഉപയോഗിക്കണം. അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ ബിസിനസ് എളുപ്പത്തിൽ ഏറ്റെടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. പുതുതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ, കാരണം ഒരു ലീഡർ പറയുമ്പോൾ ആ ലീഡറെ മനസ്സിലാക്കിയിട്ടല്ല ചെയ്യേണ്ടത്. കാരണം തുടക്കക്കാർ വന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ഇൻകോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അവർ വന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ ഇവളല്ലേ ഇവനല്ലേ എന്നുള്ള തരത്തിൽ ചിന്തിക്കരുത്. കാരണം ഇതിന്റെ സാധ്യതയാണ് മനസ്സിലാക്കേണ്ടത്. വന്ന് പറയുന്ന ആള് മാത്രമല്ല, ആ പറയുന്ന ആൾക്കാർ ഇൻകം വാങ്ങിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ അദ്ദേഹം ഒരാഴ്ച മുന്നേ, ഒരു മാസം മുന്നേ ബിസിനസ്സിന് പരിചയപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ബിസിനസ് എന്താണെന്ന് പറഞ്ഞു തരുന്ന അപ്ലൈൻ ലീഡേഴ്സിനോട് കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കി എല്ലാവരും ഏറ്റെടുക്കുക. കാരണം അവസരം ദൈവം ഒരിക്കലേ തരുള്ളൂ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവസരം തരൂല. നമ്മൾ ജീവിതത്തിൽ പ്രാർത്ഥന, നമ്മൾ ക്ഷേത്രത്തിലായിക്കോട്ടെ, പള്ളിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളെ രക്ഷപ്പെടുത്തണമെന്നാണ്. ആ രക്ഷപ്പെടുത്താനുള്ള അവസരം ദൈവം നമുക്ക് പല മനുഷ്യരുടെ രൂപത്തിലാണ് തരുള്ളൂ. അല്ലാണ്ട് ദൈവത്തിന് നേരിട്ട് വന്ന് നമ്മുടെ കൈകളിൽ തരാൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും
മനസ്സിലാക്കുക ഈ അവസരത്തിൽ. കാരണം വെച്ചാൽ നമ്മളെ കയ്യിൽ എത്തിച്ചേർന്ന അവസരം ദൈവം നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റെടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. എന്തായാലും രാവിലെ തന്നെ എല്ലാവരും ഞാൻ എന്റെ സ്പീച്ച് നിർത്താൻ പോവുകയാണ്. ഏകദേശം സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ബിസിനസ് അവസരം കേട്ടവരൊക്കെ കൂടുതൽ പഠിക്കുക, നിരന്തരം പ്രോഗ്രാമുകൾ പങ്കെടുക്കുക. കാരണം വെച്ചാൽ എന്നെ ഈ ബിസിനസ് അവസരം ഇപ്പം പരിചയപ്പെടുത്തുന്നത് ബാങ്കിലെ മാനേജറാണ്. അപ്പൊ തുടക്കത്തിൽ ഞാൻ ബാങ്കിലെ മാനേജറോട് ചോദിച്ചു, എന്തിനാ നിങ്ങളെ ജോലി വെച്ചിട്ട് എക്സ്ട്രാ ജോലി എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, പഠിക്കൂ, ഇതിനെ കുറിച്ച് മനസ്സിലാക്കും, ഇതിന്റെ അനന്തമായ സാധ്യത. അദ്ദേഹം ഇന്ന് ഈ ബിസിനസ്സിൽ എന്റെ കൂടെ ഫുൾ ടൈം ആയിട്ട് ബാങ്കിലെ ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈം ഇന്ന് എന്റെ കൂടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. കാരണം തുടക്കത്തിൽ അദ്ദേഹം ബിസിനസ് എനിക്ക് ഇപ്പൊ പറഞ്ഞു തന്നിരുന്നെങ്കിലും അദ്ദേഹം ബാങ്കിൽ തന്നെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടേയിരുന്നത്. അദ്ദേഹം പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു, പിന്നെ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു, ബാങ്കിൽ തന്നെ ജോലി. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ബാങ്കിലെ ഒരു കൗണ്ടറിന്റെ അടിയിലത്തെ കൗണ്ടറിൽ കുറച്ചും പേസ്റ്റ് ആയിരിക്കും. അവിടെ ലോണിന് വരുന്നവരോടും ഡെപ്പോസിറ്റ് വരുന്നവരോടും നല്ല സൗഹൃദമായിരിക്കും. അവർക്കൊക്കെ വരുമ്പോഴൊക്കെ പേസ്റ്റും ലിവാഗിയനും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ബാങ്കിൽ തന്നെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ബാങ്കിലെ എന്താ പറയാ മറ്റ് ബാങ്കിലെ സ്റ്റാഫുകൾ ഹെഡ് ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് എന്റെ ടൗണിലെ ഷോപ്പിന്റെ അടുത്തുള്ള ബ്രാഞ്ചിൽ നിന്ന് മാറ്റി ഹെഡ് ഓഫീസിൽ കൊണ്ടുപോയിട്ടു. അങ്ങനെ മൂപ്പര് കുറച്ചു കാലം, എനിക്ക് തോന്നുന്നത് കുറച്ചു കാലം അവിടെ കിടന്നു, ഒരു ടൈറ്റ് ആയി പോയി. അവിടെ നിന്ന് യാതൊരുവിധ ബിസിനസ്സും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ അദ്ദേഹം ഇന്ന് ആ ജോലി ഉപേക്ഷിച്ചു. ഇന്ന് ഞാൻ സോണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭയങ്കര കോൺഫിഡൻസ്, ഞാൻ കൊണ്ടുവന്ന ഒരു കക്ഷി സോണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്തിയല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നപ്പോ അദ്ദേഹം ആ ബാങ്കിലെ ജോലി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. ഇന്ന് ഫുൾ ടൈം എന്റെ അപ്ലൈനായിട്ട് ഇന്ന് എന്റെ കൂടെ തന്നെ ബിസിനസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇന്ന് അദ്ദേഹം ഫുൾ ഏരിയ ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ ടൈം, ഇത്രയും കാലം വേസ്റ്റ് ആക്കിയ ടൈമിനെ കുറിച്ച് അദ്ദേഹം വളരെ സങ്കടപ്പെടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരും സമയം കുറച്ച് മുന്നോട്ടെത്തുമ്പോഴാണ് നമ്മൾ ഇപ്പൊ നഷ്ടപ്പെടുത്തുന്ന സമയത്തെ കുറിച്ച് ബോധ്യം വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും സമയം ഒട്ടും നഷ്ടപ്പെടുത്തരുത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയാൽ പിന്നീട് അതിനു വേണ്ടിയുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള ഫുൾ ടൈം ഓട്ടമായി ചെയ്യുക. എന്നാൽ മാത്രമേ സക്സസ് എത്രയും പെട്ടെന്ന് വരുള്ളൂ. ഈ ബിസിനസ്സിൽ സക്സസ് ഉറപ്പാണ്, ചെയ്യുന്നവർക്കൊക്കെ സക്സസ് ഉറപ്പാണ്. രണ്ട് ബിസിനസ്സിൽ പേരും കാര്യങ്ങളും അഡ്രസ്സും കൊടുത്തത് കൊണ്ട് മാത്രം നമ്മൾ ആരും സക്സസ് ആവില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഈ ബിസിനസ് വളരെ ഏറ്റെടുത്ത് ഫോക്കസ് ആയി ചെയ്യുക. ടൈം ഫ്രീഡം, ഇവിടെ ടൈം ലിമിറ്റ് ഇല്ലാത്തൊരു ബിസിനസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിരാവിലെ 6 മണി, ഇന്നും നമ്മൾ ബിസിനസ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിരാവിലെ 6 മണിക്ക് അല്ലെ. ഈ 6 മണി മുതൽ രാത്രി 12 മണി വരെ ചെയ്യാൻ സാധിക്കുമെന്നാണ് ടൈം ലിമിറ്റ് ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഏതെങ്കിലും സമയത്ത് കുറച്ചു നേരം ചെയ്യുക എന്നുള്ളതല്ല. അത് ടൈം ലിമിറ്റ് നമുക്ക് ഇവിടെ ഇല്ല. സ്വാതന്ത്ര്യത്തോടെ എത്ര സമയം വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മളെ ടൈം തീരുമാനിക്കുക. രാവിലെ 6 മണി മുതൽ 12 മണി വരെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ചെയ്യുക. എത്രയും പെട്ടെന്ന് അച്ചീവറായി മാറുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. കാരണം ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ അവരെ ട്രഡീഷണൽ മാർക്കറ്റിൽ രാവിലെ മുതൽ പാതിര വരെ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു, ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഞാൻ ആദ്യത്തെ കുറച്ചു കാലം ടൈം വെറുതെ വേസ്റ്റ് ചെയ്തു. പിന്നീട് ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ രാവിലെ തന്നെ ഞാൻ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞു. എനിക്ക് ഗൂഗിൾ മീറ്റ് കഴിഞ്ഞാൽ ഞാൻ അടുത്ത എന്റെ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വീടുകൾ സന്ദർശിക്കാൻ പോവുകയും അടുത്ത വർക്കുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഹോം മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൈം എനി ടൈം എന്ത് ചെയ്തില്ല, സമയം നഷ്ടപ്പെടുത്താനില്ല എന്നും എത്രയും പെട്ടെന്ന് ഒരു ITC ഡയമണ്ട് റാങ്കിലൊക്കെ പോകാനും എത്രയും പെട്ടെന്ന് ഒരു NTC മുതൽ ഒരു ITC റാങ്കിൽ എത്തുക എന്നുള്ളതാണ് എന്റെ സ്വപ്നം. അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി മാക്സിമം ടൈം ഞാൻ ഇവിടെ യൂസ് ചെയ്ത് അത് എത്രയും പെട്ടെന്ന് ഏറ്റവും ഫാസ്റ്റസ്റ്റ് അച്ചീവറായി മാറുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. കാരണം എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്തിനും സമയം വേസ്റ്റ് ആക്കി കൊല്ലങ്ങളോളം എടുക്കേണ്ട ആവശ്യം ഇവിടെ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് സാധിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനുള്ള ഓട്ടത്തിലാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്നും കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്നും എല്ലാവരും ചെയ്യേണ്ടത് ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമുള്ള നമ്മളെ പ്രോഗ്രാം സെന്ററുകളിൽ അത് മസ്റ്റായിട്ട് ആര് വന്നാലും, അസോസിയേറ്റ്സിൽ ആര് വന്നാലും ഇല്ലെങ്കിലും നമ്മൾ ആ പ്രോഗ്രാം സെന്ററിൽ ഉണ്ടായിരിക്കുമെന്നത് തീർച്ചയാക്കുക. കാരണം നമ്മളാണ് വളരേണ്ടത്. നമ്മളെ കഴിവ് വളരുന്നതോടുകൂടിയാണ് നമ്മുടെ ടീം വളരുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരാഴ്ച പ്രോഗ്രാം, ഏതൊരു പ്രോഗ്രാം കിട്ടിയാലും, ഞാൻ തുടക്കകാലത്ത് എറണാകുളത്തൊക്കെ പ്രോഗ്രാം പോയിട്ടുണ്ട്. എവിടെ പ്രോഗ്രാം ഉണ്ടെന്ന് ലീഡർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എത്രയാണോ എൻട്രി ഫീ എന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ പ്രോഗ്രാമിൽ തുടക്കകാലത്ത് എൻട്രി ഫീ പറഞ്ഞപ്പോൾ ഓർമ്മ, തുടക്കകാലത്ത് എൻട്രി ഫീ കൊടുക്കുമ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു. കാരണം നിങ്ങളെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ട് ഞങ്ങളോട് പൈസ മേടിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ തുടക്കകാലത്ത് അങ്ങനെ ചോദിച്ചെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി എന്റെ സ്വന്തം ബിസിനസ് അല്ലേ ഇത്.
എന്റെ ലീഡേഴ്സിന് വേണ്ട ബിസിനസ് അല്ലല്ലോ, എന്റെ സ്വന്തം ബിസിനസ് ആണത്. അത് ചെയ്യാൻ വേണ്ടി ഞാനല്ലേ അതിന് പൈസ കൊടുക്കേണ്ടത്. പിന്നെ ഒരു ചെറിയൊരു പൈസ ഒക്കെ കൊടുത്ത് പ്രോഗ്രാം കേൾക്കുമ്പോഴാണ് നമുക്കും ചെയ്യുന്നത് എന്തോ നല്ല കാര്യമാണെന്ന് തോന്നുക. അപ്പൊ അത് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. ഫ്രീ ആയിട്ടൊരു കാര്യം കിട്ടുമ്പോൾ നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു പൈസ ഒക്കെ കൊടുക്കുമ്പോഴാണ് ഞാൻ 100 രൂപ കൊടുത്ത്, അല്ലെങ്കിൽ 40 രൂപ കൊടുത്ത്, അല്ലെങ്കിൽ 50 രൂപ കൊടുത്ത് അപ്പൊ അവിടെ പോയി കുത്തിരിക്കുമ്പോൾ നമുക്ക് ആ പൈസ കൊടുത്തതിനുള്ള ഒരു ശ്രദ്ധ അവിടെ ഉണ്ടാവും. എല്ലാവരും എല്ലാ പ്രോഗ്രാമിലും കേട്ട് മനസ്സിലാക്കുക. ആ പ്രോഗ്രാമിലൂടെയാണ് നമ്മൾക്ക് ഇത്തരം അറിവുകളും കാര്യങ്ങളും ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കേൾക്കും. നമ്മൾ അതേ ആ എക്സ്പീരിയൻസിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിസിനസ് കൊണ്ടുവരാൻ പറ്റും. എന്തായാലും ഓക്കെ, സമയം പോകുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ശുഭദിനമാവട്ടെ. എല്ലാവരും ഈ ബിസിനസ് ഏറ്റെടുത്ത് വലിയൊരു അച്ചീവറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.